ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് വിണ്ണൈ താണ്ടി വരുവായ എന്ന മൂവിയിൽ കണ്ടിട്ടില്ലേ ഒരു പള്ളി, ആ പള്ളിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആലപ്പുഴയിലാണ് പള്ളി. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കേട്ടോ അവിടെ പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കാറിലാണ് പോകുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്നറിയോ, അടിപൊളി പ്ലേസ്. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു മാങ്ങയൊക്കെ കിട്ടിയിട്ടോ. എനിക്ക് പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ശിവയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ആമ്പൽ പൊട്ടിക്കാനുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ. ആദ്യം വിചാരിച്ചു അടുത്താണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നു, പക്ഷെ അത് ഇച്ചിരി നടുക്കായിട്ടായിരുന്നു. പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ശിവ അത് പൊട്ടിച്ച് എനിക്ക് കൊണ്ട് തന്നട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും അപ്പം തന്നെ അത് ചെയ്തു തരും. പാവമുണ്ട് എൻ്റെ ഹസ്ബൻഡ്. മൊട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനത് നിവർത്തി, അതിൻ്റെ തണ്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു, കാരണം ആ വഴിയല്ലായിരുന്നു, ഞങ്ങൾ പോയ വഴി തെറ്റിപ്പോയി. ജങ്കാറ് കയറി വേണം അപ്പുറത്ത് പോകാനായിട്ട്. ഇത് നോക്കിക്കേ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ കാണാൻ. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ കയറി. 24 hours ജങ്കാർ ഉണ്ടെന്നാണ് കേട്ടോ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. അവരൊന്നും അവിടുത്തെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരല്ല, അവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ടിപ്സ് നമ്മൾ കൊടുത്താൽ മതി. ശരിക്കും ജങ്കാർ യാത്ര സൗജന്യമാണ്, സർക്കാരിൻ്റെയാണ്. പക്ഷേ ചേട്ടന്മാർ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ചേട്ടന്മാർക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കും. പാവൻ ചേട്ടന്മാരായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ കയറി. അപ്പോൾ ശിവ എന്നോട് പറഞ്ഞായിരുന്നു ഡോറ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് വീഡിയോസ് എടുത്തോളാൻ. പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്കൊരു പേടി, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ ഇപ്പുറത്ത് വന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്ന പള്ളിയിലോട്ടാണ് കേട്ടോ. കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി, അത്രയും ദൂരമൊന്നുമില്ല. ജങ്കാർ ഇറങ്ങിയ ഉടനെ പള്ളിയാണ്. ഇവിടെ നിന്ന് തന്നെയുള്ള വ്യൂ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ കാറിൻ്റെ ചില്ലിൽ കുറച്ച് അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ആ പള്ളിയുടെ ഒരു ഇത് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. കായലിനോട് ചേർന്ന് കിടക്കുന്ന പള്ളി. ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് അത് കാണുമ്പോൾ ഉള്ള സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ കുറച്ച് നേരം പള്ളിയൊക്കെ ചുറ്റി കണ്ടു. പള്ളിയിൽ അങ്ങ് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ 2-3 പേര് മാത്രം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് 2-3 പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അകത്തെ വിഷ്വൽസ് ഒന്നും പകർത്തിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊരു വൈകിട്ട് ടൈമിലാണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അല്ലിമ്മയ്ക്ക് ആ ഉരുളം കല്ലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ക്യൂരിയോസിറ്റി, അതെടുത്ത് കളിക്കുമായിരുന്നു അവൾ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തായാലും ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്, കാരണം ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടുത്തുള്ള സ്ഥലത്തിലോട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോയത്, പക്ഷെ ഞങ്ങൾക്ക് വീണ്ടും വഴി തെറ്റിയായിരുന്നു. പിന്നെ ഈ കുഞ്ഞു പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിലെ വണ്ടി പോകുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അവിടെ ഒരു സിഗ്നലിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തെ വിളിച്ച് പതിയെ കയറി. അപ്പോഴും അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ നിന്നൊക്കെ കാണാനായിട്ട്. പക്ഷേ ഞങ്ങൾ പേടിച്ചാണ്ട് ഈ പാലത്തിൽ കൂടി പോകുന്നത്, കാരണം കുഞ്ഞു പാലമാണ്, വേറെ വണ്ടികളൊന്നും പോകുന്ന കാണില്ല. പിന്നെ ഓപ്പോസിറ്റ് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നും അറിയത്തില്ല. ഞങ്ങൾ പാലമൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ബൊഗൈൻവില്ലയുടെ വലിയൊരു പ്ലാന്റ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. പിന്നെ ശിവ അവിടെ വണ്ടി നിർത്തിയിട്ട് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് വിശന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ബൂസ്റ്റർ ചായയിലാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ ബൂസ്റ്റർ ചായ. എറണാകുളത്തും ഉണ്ട്, പാലാരിവട്ടം, പിന്നെ എവിടെയാണ് നെടുമ്പാശ്ശേരി, അവിടേക്കും ഉണ്ട്. പിന്നെ അതുമാത്രമല്ല അവിടുത്തെ ആംബിയൻസ് ആണ് പൊളി. നമുക്ക് അവിടെ ചെന്നിരിക്കാൻ തന്നെ തോന്നും, അതുപോലെയുള്ള ആംബിയൻസും പിന്നെ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും പോകാറ് അവിടെയാണ്. വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും ചിലപ്പോൾ രാത്രി ആയാലും അവിടെ പോകാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ബൂസ്റ്റർ ചായ ശ്രദ്ധിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ എന്തോ ആണ്. അപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ചങ്ങനാശ്ശേരി ഭാഗത്തെന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വീടിൻ്റെ അടുത്തുള്ള കാര്യം പിന്നെ അനിയൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അന്ന് തൊട്ട് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലേസിലൊക്കെ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.